മീൻസ് മതവിശ്വാസികളാണോ വാസ്തു വേണമെന്ന് പറയുന്നത്, അല്ലാത്തവർ ഇത് ആവശ്യപ്പെടാറുണ്ടോ? പൊതുവെ മതവിശ്വാസികളാണ് കൂടുതൽ ആവശ്യപ്പെടുക. അത് എല്ലാ മതത്തിലുള്ളൊരു ആവശ്യം, ആണോ പെണ്ണോ ഒരു വ്യത്യാസമായി. അല്ല, അങ്ങനെ ആണെങ്കിൽ അവരടുത്ത് പുതിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും വാസ്തു നോക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് അന്ധവിശ്വാസമാണെന്ന് പറയാൻ പറ്റുമോ? അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൻ്റെ കൂടെ ജ്യോതിഷവും തച്ചുശാസ്ത്രവും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു അവിയൽ പറയത്തിൽ ഓരോരുത്തർ പറയുന്നത് ഓരോ കാര്യമാണ്. അപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ട കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുകൾ അതിൻ്റെ അകത്ത് പറയാത്ത കാര്യം പോലും ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ സദസ്സുകളൊന്നും സാധാരണ തർക്കിക്കാനും പോകത്തില്ല. കാര്യം നമ്മൾ തർക്കിച്ചാലും അവർ സമ്മതിക്കണമെന്ന്. അല്ല, ഇത് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ല. ഇതിപ്പോൾ കന്നിമൂലം മാത്രമല്ല നോക്കുന്നത്. ഇപ്പോൾ ഗൃഹനാഥൻ്റെ ഉയരത്തിനനുസരിച്ചിട്ട് ബെഡ്റൂം സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആർക്കിടെക്ചറിലും പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആൾക്ക് 5 അടി അല്ലെങ്കിൽ 4 അടി ഹൈറ്റേ ഉള്ളൂ. അയാളുടെ വീടിൻ്റെ കട്ടില ഇപ്പോൾ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ 7 അടി ഹൈറ്റാണ്. ഇപ്പം ഈ 4 അടിയോ 5 അടിയോ ഉള്ള മനുഷ്യന് മുകളിലുള്ള കുറ്റി ഇടാൻ പറ്റൂല, എടുക്കാനും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഓക്കെ. അതേപോലെ നേരെ തിരിച്ചുകൊണ്ട് 7 അടിയുള്ള മനുഷ്യനാന്ന് വെച്ചു, ഇയാൾ എപ്പോഴും വരുമ്പോൾ ഈ തല നിന്നിട്ട് ഈ മേളിൽ കട്ടില ഇടിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു മുറി കയറിയാൽ കൈ രണ്ടും കൂടെ വിരിച്ച് പിടിച്ചാൽ നമ്മുടെ ഹൈറ്റിൻ്റെ തുല്യമായിരിക്കും നമ്മുടെ കൈ വിരിച്ച് പിടിക്കുന്ന അളവ്. നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ആ അളവിൻ്റെ അകത്ത് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ കൈ നീട്ടിയാൽ നമുക്ക് എവിടം വരെ എത്താം. നമ്മുടെ കട്ടിലിട്ട് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ അളവും ഇത് ഈ ഗൃഹനാഥൻ്റെ വെച്ചിട്ടാണ്. കട്ടിലിൻ്റെ അളവ് കുറവാണെങ്കിൽ കാല് വെളിയിൽ പോകും, കൂടുതലാണ് എവിടെ കിടക്കുന്നതെന്ന് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം ഈ കട്ടിലെ കിടന്നുകൊണ്ട് എടുക്കേണ്ട സാധനങ്ങൾ എടുക്കാൻ പറ്റണം. അത് ദൂരെ ആവാനും പാടില്ല, കൈ വീശിയാൽ കൈ പോയി തട്ടാനും പാടില്ല. ഇപ്പം മിനിമം അളവ് അത്രയെങ്കിലും വേണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ശാസ്ത്രീയത ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അതിന് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിക്കുഴച്ചങ്ങോട്ട്. അപ്പോൾ ഈ കന്നിമൂലയിൽ ബാത്റൂം ഉണ്ടാക്കുന്നതൊക്കെ അതിപ്പോൾ നോർമലി ഒരാൾ ഒരു സിവിൽ എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെയോ സമീപിക്കുമ്പോൾ അവർ തീർച്ചയായും ഇതൊക്കെ പരിഗണിക്കുമല്ലോ.